സൂപ്പറാണ്. രസമുണ്ട്. നമ്മൾ ആടൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ഒരു കോമ്പോ ഇപ്പോഴേ കാണുന്നത്. ആട് 3ക്ക് വേണ്ടി വെയിറ്റിംഗ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഇതുപോലൊരു കോമ്പോയിലൊരു മൂവി കിട്ടുന്ന രസമുണ്ട്. അത് ഫാൻറ്റസി മൂവി, ഫാമിലി, ഒരു ഡ്രാമ, അങ്ങനത്തെ കുറച്ച് ഇമോഷണൽ ആവുന്ന അതിൻ്റെയൊക്കെ ആകുമ്പോൾ ഞാൻ നന്നായിട്ട് ഇമോഷണലായി. കണ്ടിട്ട് കാണാൻ പറ്റും. നല്ലൊരു സിനിമ, കൊച്ചു സിനിമ, നല്ല രസമായിട്ട് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് കാണാൻ പറ്റും. ഇല്ല, ഒരിക്കലല്ല. ഫാമിലിയായിട്ടല്ല, എല്ലാ കാറ്റഗറി ഓഫ് ക്യാരക്ടേഴ്സും വരുന്നുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റും. നല്ല രസമുള്ള സിനിമ, എനിക്ക് ഇഷ്ടമായി. വളരെ നല്ലതായിരുന്നു. കാരണം ഇടയ്ക്ക് കുറച്ച് ലാഗ് അടിച്ചെങ്കിൽ ലാസ്റ്റത്തെ ഇമോഷണൽ സീൻസ് നമ്മൾ വല്ലാണ്ട് പിടിച്ചളഞ്ഞു. നൈസ് മൂവി. പിന്നെ സൈഡിൻ്റെ ആക്ടിങ് സൂപ്പർ. ബെയിൻ വാസ് ഓൾസോ ഗുഡ്. ആൻഡ് ദാറ്റ് ലിറ്റിൽ ഗേൾ ഡിഡ് വെരി വെൽ. ഫാമിലി പടമാണോ? ഇമോഷണലി നല്ല തമാശയാണെങ്കിൽ ഒരു ഫീൽ ഗുഡ് അല്ല. ഈ പാട്ടിൻ്റെയൊക്കെ പ്ലേസ്മെന്റ് കോമഡി ഉണ്ടോ? അത്യാവശ്യം ഫാമിലി വേറുണ്ട് പോകണം. നല്ലൊരു മെസ്സേജുള്ള എല്ലാവർക്കും കണ്ടാൽ ഇഷ്ടപ്പെടും. ഫാമിലിയൊക്കെ ആയിട്ട് എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ സിനിമയായിട്ട് വന്നതാണ്. അങ്ങനെ ആണെന്ന് കാണാൻ കരുതുന്നതാണ്. പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട്. നല്ല എൻഗേജിങ് ആയിരുന്നു. നല്ല ഫണ്ണാണ്. ഒരു ഫാൻറ്റസി എലമെൻ്റ് ഉണ്ടെങ്കിൽ പോലും ഭയങ്കര രസമായിട്ട് പറയാം. നമുക്ക് ഇമോഷണലി ഫീൽ ചെയ്യുകയും ചെയ്യും. എന്നാൽ ഫണ്ണുമെല്ലാം കൂടിയിട്ടുള്ളൊരു നല്ല ഇൻറ്റൻസ് സിനിമയാണ്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നല്ല സാധനം തിയേറ്ററിൽ പോയി കാണണം. എല്ലാവർക്കും എൻജോയ് ചെയ്യും. താങ്ക് യു സോ മച്ച്. ആൾക്കാരെ ഇതൊക്കെ ഉണ്ടപ്പോൾ എങ്ങനെയുണ്ട്? പക്ഷേ നല്ല അറിയില്ല. ക്ലൈമാക്സ് വർക്കൗട്ടായി എന്നുള്ളത് കുറച്ച് ആൾക്കാർ കരയുന്നതാണ് ഒരു സന്തോഷം. ആൾക്കാരെന്ന് കരുതുന്നു. ബാക്കി ഓഡിയൻസിന് എല്ലാവരും പ്രാർത്ഥിക്കുക. പടം വന്ന് കാണും. സിനിമ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ദിവസം. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാചകം എൻ്റെ ദൈവം ക്യാരക്ടേഴ്സ് പറഞ്ഞു, ഗിവ് ആൻഡ് ടേക്ക്. സത്യത്തിൽ ലൈഫ് അത്രയും ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിൽ മനുഷ്യർ നിൽക്കുകയാണെങ്കിൽ ജീവിതം ഒരു എല്ലാവർക്കും നിത്യപ്പെടാം, മനസ്സിലാക്കാൻ പറ്റും. സിമ്പിൾ ഫിലോസഫി, നല്ല ഹ്യൂമറും നല്ല ഇമോഷണലായിട്ടും പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ സിനിമ എന്നുള്ളതാണ് എൻ്റെ ഒരു മൂവിയാണ്. ഹോപ്പ് ഉണ്ടാക്കുന്നത്, പ്രതീക്ഷകൾ ഉണ്ടാക്കുന്നത്. അവസാനമൊക്കെ ശരിക്കും കണ്ണൊക്കെ നിറയും. വിഷ്വൽസ് ആർ ബ്യൂട്ടിഫുൾ. ശരിക്കും നന്നായിട്ടുണ്ട്. വിശ്വാസമുള്ളവരും നിരീശ്വരവാദികളും ഒക്കെ കാണേണ്ട സിനിമയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈശ്വരൻ ഉണ്ടോ ഇല്ലെന്നുള്ളതല്ല പറയണത്. ഓക്കെ, നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് നമ്മുടെ ഇന്നർ സെൽഫ്, അതായത് നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യനെ നമ്മൾ നന്നാക്കുക, നമ്മുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുള്ളൂ. ഇതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലേ? അങ്ങനെ ഫീൽ ചെയ്തില്ലേ? അതാണ് നമ്മളൊരു ഫാൻറ്റസി സിനിമയിലൂടെ ഈ ഒരു മെസ്സേജാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അതെ. അപ്പോൾ അല്ലേ ആൻസർ കൊടുത്തില്ലേ? പയ്യൻ പറഞ്ഞ പോലെ സാഹിത്യമൊക്കെ പറയുന്നു. സാഹിത്യം അതെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അപ്പം അങ്ങനെ ഇഷ്ടപ്പെടും എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട്. പക്ഷെ ആൾക്കാർ തിയേറ്ററിലേക്ക് വരണം, അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അത് സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നു. വേർഡ് ഓഫ് മൗത്താണ് ബേസിക്കലി. കണ്ടിഷ്ടപ്പെട്ടുള്ളവർ സത്യസന്ധമായിട്ട് എല്ലാവരോടും പറയുകയാണെങ്കിൽ ആൾക്കാർ തിയേറ്റർ, അത് ഒരു കുടുംബചിത്രമാണ് ബേസിക്കലി. അല്ലാത്തവർക്കും ഈ പറഞ്ഞ പോലെ പിള്ളേർക്കും എല്ലാവർക്കും കണക്റ്റ് ആവും. പക്ഷെ എന്നാലും ഒരു ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന പോലത്തെ ഒരു, ഞാൻ ആക്ച്വലി ഈ സിനിമ ഇന്ന് കണ്ടത് ഒരു ഓഡിയൻ ആയിട്ടാണ്. കാരണം ഞാൻ ത്രൂ ഔട്ട് ഈ സിനിമയിലില്ല, കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോർഷൻസിലാണ് വരുന്നത്. അപ്പോൾ ഞാനിത് ഒന്നും അറിയാത്ത ഒരാൾ കാണുന്ന പോലെയാണ് കണ്ടത്. അപ്പോൾ എനിക്ക് പേഴ്സണലി അത് അങ്ങനെ ഇഷ്ടപ്പെട്ടു. അപ്പം അതുപോലെ എനിക്ക് തോന്നുന്നു ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ടതാണ്. അപ്പം മറ്റന്നാൾ ഇറങ്ങും. അപ്പോൾ എല്ലാവരും നിങ്ങളൊക്കെ കൂടെ തന്നെ ഇത് എല്ലാവരിലേക്കും എത്തിക്കണം. നല്ലൊരു സിനിമയാണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് വേണം. കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഇത് യൂത്തും കൂടെ എല്ലാ ടൈപ്പ് ഓഡിയൻസും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. നമ്മൾ അതുകൊണ്ടാണ് ഒരു ഫാൻറ്റസി മോഡ് പിടിച്ച് കുറേ മനസ്സിലായി എല്ലാ ടൈപ്പ് ഇമോഷൻസോടെയും ഈ പടം കടന്നു പോകുന്നത്. താങ്ക് യു. അപ്പോൾ എല്ലാവരും ജൂൺ 5-ാം തീയതി പടം കാണാം. സിനിമാറ്റോഗ്രാഫറാണ് അജയ് ഫ്രാൻസിസ്. ഇതൊരു കൊച്ചു സിനിമയാണ്. ഈ പറഞ്ഞ പോലെ എല്ലാവരോടും ഒരു ഫാമിലിയായിട്ട് ഒന്ന് ചെയ്യാൻ പറ്റി.
തിരക്കിടില്ലാതെ വന്നു എന്ന് വിചാരിക്കുന്ന എൻ്റെ പാർട്ട് എന്തായാലും നല്ല രസമായിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി അല്ലേ? അപ്പോൾ എല്ലാവരും അടുത്ത ദിവസമാണ് റിലീസ്, സ്പെഷ്യൽ പേപ്പി ആയിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല റിവ്യൂസ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് കാണുക. നമ്മുടെ പടം കൊച്ചു സിനിമയായിട്ട് തന്നെ കാണുക. അതിനുള്ള മെസ്സേജും ഒരു ചെറിയ സിനിമ ഇപ്പോൾ കണ്ടു വിജയിപ്പിക്കുക. താങ്ക് യു. DJ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ആണ്, നിങ്ങൾക്കറിയാം. വെരി ഗുഡ്. റിലീസാണ് പടം. ഞാനും സൈചേട്ടനും ഉള്ള മിക്സ് കോമ്പിനേഷൻസിനുള്ള സമയം രണ്ടാമത്തെ മൂവിയാണ് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫാൻറ്റസി ടൈപ്പ് മൂവിയാണ്. ലവ് സ്റ്റോറി ഉണ്ട്, എന്നാൽ കുറച്ച് വിഷമമുള്ള സംഭവങ്ങൾ കുറേ ഉണ്ട്. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും കുറച്ച് ഇമോഷണലി ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ കഥയൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് June 5 എന്തായാലും മൂവി കാണാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. എല്ലാവരും ഒരിക്കലെങ്കിലും ദൈവത്തെ വിളിക്കുന്ന സിനിമ അല്ലേ? സാധാരണ നമ്മൾ ദൈവം നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളെല്ലാവരും ഒരു വരം ചോദിക്കും. ഒന്നല്ല 3 വരമാണ് സാധാരണ ചോദിക്കാറ്. ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇന്നത് കൊടുക്കണം എന്നല്ലല്ലോ പറയുന്നത്. നമ്മുടെ കാര്യം നേടണം എന്നായിരിക്കും ഫസ്റ്റ് പറയുന്നത്. അതേപോലെ ഒരു പാറ്റേണാണ് ഈ മൂവിയിലും കാണിക്കുന്നത്. ആക്ച്വലി എൻ്റെ ക്യാരക്ടർ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അത്രയും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഭയങ്കര ഇമോഷണലി എനിക്കിഷ്ടപ്പെട്ട സിനിമയാണ്. എൻ്റെ സിനിമയായിട്ട് ഞാൻ തന്നെ പറയുന്നത് ശരിയല്ല. ഇന്ന് കണ്ടവരെല്ലാം അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ മാക്സിമം ഇന്ത്യൻ സിനിമ കേരളത്തിൽ മാക്സിമം എല്ലാവരിലേക്കും ഇതൊന്ന് എത്തിക്കണം. ഈ സിനിമ കാണാതെ പോയത് ഒരു കുഞ്ഞു സിനിമയാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും നല്ല ഫീലിങ്സും ഉള്ള ഒരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണം, ഇതൊന്ന് വിജയിക്കണം. ദൈവത്തിനെ പറ്റി ദൈവവിശ്വാസിയാണ് ഞാൻ. അതിൽ സണ്ണിവേനെ കുറിച്ച് നമ്മുടെ ദൈവത്തിന് ഇന്ന് പനിയാണ്. പിന്നെ സണ്ണിച്ചനും സൈജുചേട്ടനും ഭയങ്കര രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സണ്ണിച്ചനെ ഇങ്ങനെ ചിരി കാണുമ്പോൾ തന്നെ ഒരു ദൈവത്തിൻ്റെ ഒക്കെ ഒരു ലുക്കുണ്ട്. ദൈവത്തിൻ്റെ ലുക്ക് എന്താണെന്ന് എനിക്കറിയില്ല, എന്നാലും ഒരു എന്തൊരു സംഭവമുണ്ട്. പിന്നെ സൈജുചേട്ടനും ആ ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്ക് രണ്ടുപേർക്കും ഈ പടം ഭയങ്കര ഗുണം ചെയ്യട്ടെ. അതായത് അവരാണ് ത്രൂ ഔട്ട് ഉള്ളത് പടത്തിൽ. അപ്പം അവർക്ക് ഇതൊരു സൂപ്പർ ഹിറ്റ് ആവട്ടെ. ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ദൈവത്തിനെ കാണുന്നത് ഓരോരോ രൂപത്തിലല്ലേ. അതായത് ഓരോരോ സാഹചര്യത്തിൽ ചിലപ്പം ഓരോ ആൾക്കാരായിട്ടായിരിക്കും ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ മറ്റേ ഈ സിനിമയിൽ വന്ന പോലെ ദൈവം വന്നിട്ടില്ല. വരട്ടെ, ദൈവം പെട്ടെന്ന് തന്നെ വരട്ടെ. നേരിട്ട് കണ്ടിട്ട് വരം ചോദിക്കണ്ടേ? അങ്ങനെ ചോദിക്കാം. മറ്റേ അങ്ങോട്ടേക്ക് പെട്ടെന്ന് പോയി അല്ല, ഓക്കെ, അങ്ങനെ വരട്ടെ, ദൈവം വരട്ടെ. ദൈവം വരുമ്പോൾ ചോദിക്കണം, ഈ പണം ഒന്ന് ഹിറ്റാക്കാൻ ചോദിക്കണം. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട എല്ലാവരോടും എന്താ പറയാനുള്ളത്? അപ്പം ശരി. സിനിമയുടെ കഥയാണെങ്കിലും നമ്മളിപ്പോൾ ഫാൻറ്റസി ടൈപ്പ് ഓഫ് സിനിമയാണ്. അപ്പോൾ അത് ഭയങ്കര ക്ലൈമാക്സിൽ എത്തിച്ചിട്ടുണ്ട്. ക്ലൈമാക്സും കുറച്ച് ഇമോഷണലി കണക്റ്റ് ആവുന്നത്. പിന്നെ സിനിമയിൽ അവിടെ കുറേ കണക്ഷൻസ് ഉണ്ട്. അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും സൗഹൃദം നന്നായിട്ട് എല്ലാവരും ആദരണ അത് കുട്ടി നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗോഡിനെ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുമ്പോൾ സണ്ണിച്ചേട്ട മുഖം ഓർമ്മ വരുമോ? അമ്മേ അങ്ങനെ വന്ന പണി മാറും. പക്ഷേ നല്ല രസമുണ്ട്. തന്നെ ദയവായിട്ട് കാണുമ്പോൾ കാരണം പെർഫോമൻസ് വൈസും ഭയങ്കര രസമുണ്ട്. നമുക്കിത് ഭയങ്കര ഓവറാക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഭയങ്കര സറ്റലായിട്ട് ഭയങ്കര രസമായിട്ട് സണ്ണിച്ച അഭിനയിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ അഭിനയം ഇഷ്ടപ്പെട്ടു. നന്നായിട്ട്